എൻ്റെ അടുത്ത് ബി പി ചികിത്സിക്കാൻ മാത്രമായിട്ട് വന്ന ഒരു വ്യക്തിയുടെ ചെവിയിൽ ഒരു പ്രത്യേക വര എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളോട് ഞാൻ ഉടനെ പറഞ്ഞു, നിങ്ങളുടെ ഹാർട്ടിലെ ബ്ലോക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ടെസ്റ്റിൽ കൃത്യമായിട്ടും ഹൃദയത്തിലൊരു ബ്ലോക്ക് കണ്ടെത്തി. എങ്ങനെയാണ് അയാളുടെ ചെവി കണ്ടപ്പോൾ ഹാർട്ടിൻ്റെ ബ്ലോക്കിൻ്റെ സൂചന എനിക്ക് കിട്ടിയത്? ചെവി മാത്രമല്ല, ചർമ്മത്തിലും നഖങ്ങളിലും ഹൃദ്രോഗത്തിൻ്റെ സൂചനകൾ പലപ്പോഴും വ്യക്തമായിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്? രക്തധമനികളിൽ ബ്ലോക്ക് വരുമ്പോൾ പലപ്പോഴും ചർമ്മത്തിലേക്കുള്ള രക്തയോട്ടം കുറയാറുണ്ട്. ചർമ്മത്തിൽ ഓക്സിജൻ കുറയുന്നുണ്ട്, ചർമ്മത്തിൽ വേസ്റ്റ് കെട്ടിക്കിടക്കുന്നുണ്ട്, കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ അടയാളം ഫ്രാങ്ക് സൈൻ എന്ന് പറയും. ചെവിയുടെ മുമ്പിലുള്ള ഫ്ലാപ്പിൽ നിന്നും നമ്മൾ കമ്മലിടുന്ന ഭാഗത്തേക്ക് 45 ഡിഗ്രി ആംഗിളിൽ ഒരു വര അല്ലെങ്കിൽ ഒരു കുഴി ഉണ്ടെങ്കിൽ അത് ഹൃദ്രോഗത്തിന്റെ ലക്ഷണമാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് 1973 ഫ്രാങ്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. അതിനുശേഷമുള്ള പഠനങ്ങളിൽ ഹൃദ്രോഗമുള്ളവരിൽ 62% ആളുകൾക്കും ഈ സൂചന ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അടയാളമുള്ള എല്ലാവർക്കും ഹൃദ്രോഗം ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഹൃദ്രോഗമുള്ള എല്ലാവർക്കും ഈ അടയാളം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ അടയാളമുള്ള ഒരു വ്യക്തിക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ പാരമ്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാർട്ടിലെ ബ്ലോക്ക് നോക്കുന്നത് നിർബന്ധമാണ്. രണ്ടാമത്തെ അടയാളമാണ് ക്സാന്തിലെസ്മ. കൺപോളകൾക്ക് ചുറ്റും മഞ്ഞ നിറത്തിൽ ചെറിയ ഡെപ്പോസിറ്റുകൾ. ഇതിന് ചൊറിച്ചിലുമില്ല, വേദനയില്ല. തൊലിക്കടിയിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഫോം സെല്ലുകൾ രൂപപ്പെടുന്നതാണിത്. ഇത് അമിതമായ കൊളസ്ട്രോളിന്റെ അടയാളമാവാം. പഠനങ്ങൾ കാണിക്കുന്നത് ക്സാന്തിലെസ്മ ഉള്ളവർക്ക് 51% ഹാർട്ട് റിസ്ക് കൂടുന്നുണ്ട്. ചില ആളുകൾക്ക് കൊളസ്ട്രോള് ബ്ലഡിൽ നോർമൽ ആണെങ്കിൽ പോലും ഇത് കാണാറുണ്ട്. അതിന്റെ ഒരു കാരണം കൊളസ്ട്രോളിന്റെ ദഹനം അവരുടെ ശരീരത്തിൽ വേണ്ടത്ര നടക്കുന്നില്ല, കൊളസ്ട്രോളിന്റെ വാഷ് ഔട്ട് നടക്കുന്നില്ല. അത് കാരണം അത് അവിടെ അടിഞ്ഞുകൂടുകയാണ്. മൂന്നാമത്തെ അടയാളം ക്സാന്തോമ എന്ന് പറയും. ഇത് കൊഴുപ്പ് കട്ടികൂടി മുഴകൾ പോലെ രൂപാന്തരപ്പെടുന്നതാണ്. ഇത് പ്രധാനമായിട്ടും കൈമുട്ടില്, കാൽമുട്ടില്, കൈപ്പത്തിയിൽ വിരലിന്റെ പിൻഭാഗത്ത്, കണങ്കാലിലെ ചലന നരമ്പിന്റെ ഭാഗത്ത്, അഖിലസ് ടെൻഡൻ എന്ന് പറയും. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ്. ഇത് അമിതമായി കൊഴുപ്പുള്ളതിന്റെ അടയാളമാണ്. പ്രത്യേകിച്ച് ജനിതകമായി കൊളസ്ട്രോൾ കൂടുന്ന ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രീമിയ അവസ്ഥയുള്ളവർക്ക് ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് കൂടിയാലും ഇത് രൂപപ്പെടാം. ഇങ്ങനെയുള്ളവർക്ക് കൊളസ്ട്രോൾ കുറക്കുന്ന മരുന്നുകൾ വേണ്ടി വരാറുണ്ട്. നാലാമത്തത് സാനോസിസ് എന്ന് പറയും. വിരലുകളിൽ, കാലുകളിൽ, ചുണ്ടിലൊക്കെ നീല നിറം, അതല്ലെങ്കിൽ പർപ്പിൾ കളർ അല്ലെങ്കിൽ ഡാർക്ക് കളർ വരിക. ഇത് രക്തത്തിൽ ഓക്സിജൻ കുറയുന്നതിന്റെ അടയാളമാണ്. പലപ്പോഴും ജന്മന ഹാർട്ടിന്റെ പ്രശ്നമുള്ളവർക്കും ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്കും ശ്വാസകോശം വല്ലാതെ കേടുവന്നവർക്കും ഇത് സംഭവിക്കാം. കാലിലോ കയ്യിലോ മാത്രം നീലനിറം വരുന്നുണ്ടെങ്കിൽ അത് കാലിലോ കയ്യിലോ ഉള്ള രക്തോട്ടക്കുറവിന്റെ അടയാളമാണ്. അഞ്ചാമത്തേത് നഖങ്ങൾക്കടിയിലെ സ്പ്ലിൻഡർ ഹെമറേജസ് ആണ്. ഇത് ഹൃദയ വാൽവുകളിൽ അണുബാധ വരുന്നതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇങ്ങനെയുള്ളവർക്ക് വാൽവ് പൊട്ടാനും ഹാർട്ട് ഫെയിലിയർ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. ഇത് പ്രധാനമായിട്ടും വാൽവ് മാറ്റിവെച്ചവർക്ക്, ജന്മന ഹാർട്ടിന്റെ അസുഖമുള്ളവർക്ക്, മയക്കുമരുന്ന് ഇഞ്ചക്ഷനായിട്ട് കുത്തിവെക്കുന്നവർക്കെല്ലാം ഇത് കാണാനുള്ള റിസ്ക് ഉണ്ട്.